അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 1171. ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അബൂ കബ്ശത്തുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, അന്നഹു സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നിക്ഷേപം അവിടുന്ന് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. സലാസത്തുൻ ഉഖ്സിമു അലൈഹിന്ന, മൂന്ന് കാര്യങ്ങൾ, ആ മൂന്ന് കാര്യങ്ങളുടെ മേൽ ഞാൻ സത്യം ചെയ്ത് പറയുന്നു. ഓ ഹദീസുക്കും ഹദീസൻ ഫഹ്ഫദു, ഞാൻ നിങ്ങൾക്കൊരു ഹദീസ് പറഞ്ഞു തരുന്നത് ശരിക്കും നിങ്ങൾ മനഃപ്പാഠമാക്കി പഠിച്ചു വെച്ചോളൂ. എന്നിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാ നഖസ മാലു അബ്ദിൻ മിൻ സദഖഹ, ഒരു അടിമയുടെ സമ്പത്തും ചുരുങ്ങിയിട്ടില്ല. മിൻ സദഖ, ദാനധർമ്മം ചെയ്തതിൻ്റെ പേരിൽ, സ്വതക്ക കൊടുത്തതിൻ്റെ പേരിൽ ഒരു അടിമയുടെ സമ്പത്തും ചുരുങ്ങിയിട്ടില്ല. സ്വതക്ക ചെയ്താൽ സമ്പത്ത് വർദ്ധിക്കുകയുള്ളൂ. കോരുന്ന കിണറ്റിൽ വെള്ളം ഉറവ് വരുമെന്ന് പറഞ്ഞതുപോലെ സ്വതക്ക ചെയ്യുന്ന സമ്പത്തിന് വർധനവുണ്ടാവും. ദാനധർമ്മം ചെയ്തതിൻ്റെ പേരിൽ ഒരാളുടെ സമ്പത്തും ചുരുങ്ങിയിട്ടില്ല. മുത്തനബി സത്യം ചെയ്ത് പറയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വലാ ദുലിമ അബ്ദുൻ മദ്ലിമതൻ ഫസബറ അലൈഹ ഇല്ലാ സാദഹുല്ലാഹു ഇസ്സാ, ഒരാളെ പീഡിപ്പിക്കപ്പെട്ടു, ഒരുപാട് അക്രമങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു, അതെല്ലാം ക്ഷമിച്ചു, എന്നാൽ അള്ളാഹു അവന് ഇസ്സത്തിനെ, പ്രതാപത്തെ വർദ്ധിപ്പിച്ചിട്ടല്ലാതെ ഇല്ല എന്ന് പറഞ്ഞാൽ, അക്രമങ്ങൾ ഏറ്റുവാങ്ങി ഒരുപാട് ആക്ഷേപങ്ങളും ഒരുപാട് പ്രതിഷേധങ്ങളും എല്ലാം ഏറ്റുവാങ്ങേണ്ടി വന്നു, അവനൊന്നും പ്രതികരിച്ചില്ല, ക്ഷമിച്ചു. അള്ളാഹു അതിന് അവൻ്റെ ഇസ്സത്ത് അള്ളാഹു വർദ്ധിപ്പിക്കും, അവൻ്റെ പ്രതാപം അള്ളാഹു വർദ്ധിപ്പിക്കും. വല ഫതഹ അബ്ദുൻ ബാബ മസ്അലത്തിൻ ഇല്ലാ ഫതഹ അല്ലാഹു അലൈഹി ബാബ ഫഖർ, ഒരാൾ യാചനയുടെ കവാടം തുറന്നിട്ടില്ല, അവന് ദാരിദ്ര്യത്തിൻ്റെ കവാടം തുറന്നിട്ടല്ലാതെ. യാചന ശീലമാക്കുക, ആരെങ്കിലും കാണുമ്പോൾ ചോദിക്കുക, എന്തെങ്കിലും ഒന്ന് സഹായിക്കുമോ എന്ന് പറഞ്ഞ് ആവശ്യമില്ലാതെ ചോദിച്ചു വാങ്ങുന്ന സ്വഭാവം, ആ സ്വഭാവമുള്ള ആൾക്ക് എന്നും ദാരിദ്ര്യം ഉണ്ടാവുള്ളൂ. അവൻ്റെ ഫഖർ, ദാരിദ്ര്യം അവസാനിക്കില്ല. അവൻ ദാരിദ്ര്യത്തിൻ്റെ കവാടം തുറന്നു. അതോടുകൂടെ എത്രയോ ആളുകൾ അധ്വാനിക്കാൻ ആരോഗ്യം ഉണ്ടായിട്ട് പോലും ഇങ്ങനെ ചോദിച്ചു വാങ്ങുന്നൊരു ശീലം, അതൊരിക്കലും ശരിയല്ല. ചില പള്ളിയുടെ കവാടങ്ങളിലൊക്കെ വന്ന് പിരിവെടുക്കും. എന്നാൽ അർഹരായ ആളുകളെക്കുറിച്ചല്ല പറയുന്നത്. ആരോഗ്യമുണ്ട്, എല്ലാമുണ്ട്, പക്ഷെ അതൊരു ശീലമായി പല പള്ളികളിൽ നിന്നും 5, 4, 3 നേരം കിട്ടുമ്പോൾ അങ്ങനെ ജീവിത മാർഗമായി കാണുന്ന ആളുകൾ, അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അത് അവന് ഒരിക്കലും ഫഖർ അവസാനിക്കൂല. അവന് ദാരിദ്ര്യത്തിൻ്റെ കവാടം തുറന്നു കഴിഞ്ഞു. അവന് എപ്പോഴും ദാരിദ്ര്യമായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് യാചന, മറ്റൊരാളത് കിട്ടണമെന്ന് നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കരുത്. നാം സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുക, എന്നാൽ അവന് വലിയ ബറക്കത്തുണ്ടാകും. യാചന, മറ്റുള്ളവരത് കിട്ടണമെന്ന് ആഗ്രഹിച്ചാൽ അവന് എപ്പോഴും ദാരിദ്ര്യം ഉണ്ടാവുള്ളൂ. അള്ളാഹു തആല ഇതെല്ലാം ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.